അരൂർ ലെവൽ ക്രോസിന് സമീപം ടോറസ് ലോറി താഴ്ന്നു. ലെവൽ ക്രോസ് അടയ്ക്കാനാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പാത ഇരട്ടിപ്പിക്കൽ ജോലികൾക്ക് കരിങ്കല്ലുമായി എത്തിയ ലോറിയാണ് താഴ്ന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. അമൽ സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, ഒരു അപകടം ഒഴിവാക്കാനുള്ള ഇടപെടൽ സ്വാഭാവികമായും ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ എടുത്തിട്ടുണ്ടാകുമല്ലോ. ഇപ്പോഴെന്താണ് അവസ്ഥ? ഹർഷൻ, നിലവിൽ ഇപ്പോഴും ഈ കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറി ഈ ലെവൽ ക്രോസിന് സമീപത്ത് തന്നെ മണ്ണിൽ താഴ്ന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന് സമീപത്തായി വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ടോറസ് ലോറി ഇവിടെ നിന്നും നീക്കുവാനുള്ള ശ്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അരൂരിലെ ചന്ദ്രൂർ മേഖലയിൽ കാലങ്ങളായിട്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു സ്വാഭാവികമായി തന്നെ അവിടുത്തെ പ്രദേശവാസികളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അത്രമേൽ ബുദ്ധിമുട്ട് അവിടുത്തെ മനുഷ്യർ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം കൂടി. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ വാഹനങ്ങൾ അടക്കം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കല്ലുകളാണ്, പാറക്കഷ്ണങ്ങളാണ് ഈ ടോറസ് ലോറിക്കുള്ളിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജനപ്രതിനിധികൾ അടക്കം മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ ഈ ട്രാഫിക്കിന് ഒരു സുഗമമായ രീതിയിൽ അത് വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരു രീതി ഉണ്ടാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഹർഷൻ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.